UDF സർക്കാരിന്റെ ആദ്യ കന്നി ബജറ്റാണ് 9 മണിക്ക് നിയമസഭയിൽ വി.ഡി. സതീശൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിന്റെ വിലയിരുത്തലുകളുമായി സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ എൻ നിയതി ചേരുകയാണ്. ശ്രീ നിയതി, സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ, അതായത് സമാനതകളില്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് കേരളത്തോട് ഈ UDF സർക്കാർ അധികാരമേറ്റ ശേഷം വന്നതാണ്. പക്ഷേ ഈ ജനങ്ങൾക്ക് നൽകിയ, തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. ഒപ്പം ഇന്ദിരാ ഗ്യാരണ്ടികൾ, അതിൽ 2 എണ്ണം ഏകദേശം നടപ്പാക്കി കഴിഞ്ഞു. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ എങ്ങനെ ഈ സർക്കാർ നടപ്പാകും? ഒപ്പം ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കും വലിയ പ്രാമുഖ്യം അല്ലെങ്കിൽ പ്രാധാന്യം നൽകണമെന്നുള്ളത് ഒരു സർക്കാരിനെ സംബന്ധിച്ച്, ഒരു സർക്കാരിന് അത്തരത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. സമീപകാലങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞ എല്ലാ കാലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ എങ്ങനെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ UDF സർക്കാർ നടപ്പാക്കും? എങ്ങനെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഉറപ്പ് നൽകാനാകും? വലിയ പ്രതീക്ഷയോടും അതോടൊപ്പം വലിയ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത്. അപ്പോൾ അവർ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനും അതേപോലെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി സ്തംഭിപ്പിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതിനും എത്രമാത്രം സഹായകരമായ പരിപാടികളായിരിക്കും UDF സർക്കാർ 2026-27 റിവൈസ്ഡ് ബഡ്ജറ്റിൽ കൊണ്ടുവരുന്നത് എന്നത് ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മൾ ഈ ബഡ്ജറ്റിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2026-27 അധികാരം വിട്ടുപോയ LDF സർക്കാർ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച് ഒരുപാട് വാഗ്ദാനങ്ങളും ഒരുപാട് ബാധ്യതകളും സൃഷ്ടിച്ചിട്ടാണ് അധികാരം ഒഴിഞ്ഞു പോയത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ മാത്രമേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും എത്രമാത്രം ധനസഹായം സംസ്ഥാനത്തിന് കിട്ടും എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ 2 കാര്യങ്ങളും വിസ്മരിച്ചുകൊണ്ടാണ് 2026-27 ബഡ്ജറ്റ് ഇടത് ജനാധിപത്യ മുന്നണി തയ്യാറാക്കി അവതരിപ്പിച്ചത്. ഇതൊരു സമ്പൂർണ്ണ ബഡ്ജറ്റുമാണ്. അതിലൊരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും ക്ഷേമ പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി തനതായിട്ട് ഒരു 10,000 കോടി രൂപയുടെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലും ക്ഷേമ പ്രവർത്തനങ്ങളാണ്. അത് ഈ ഗവൺമെൻറ് തുടരുമോ എന്നുള്ളത് ഇന്നത്തെ ബഡ്ജറ്റിൽ കൂടെ നമുക്കറിയാൻ പറ്റും. അത് തുടരാതിരിക്കാൻ കഴിയുകയില്ല, കാരണം അത് ക്ഷേമ പ്രവർത്തനങ്ങളാണ്. അതേപോലെ തന്നെ UDF ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. അതിന് വേണ്ടുന്ന ധനം എങ്ങനെ സമാഹരിക്കും, അതിനുള്ള ശേഷി ഇന്ന് സാമ്പത്തിക വ്യവസ്ഥിതിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയും ഒരു വ്യക്തമായ രൂപം ധവളപത്രത്തിൽ കൂടെ പുറത്തു വന്നെങ്കിൽ തന്നെയും അത് ബഡ്ജറ്റിൽ കൂടി എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ട വസ്തുത തന്നെയാണ്. നമ്മൾ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ഏകദേശം സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം 14ാം പഞ്ചവത്സര പദ്ധതി 22-27 നടപ്പിലാക്കേണ്ടതായിരുന്നു. അതിന് ഇതുവരെ അടങ്കൽ തുക നിശ്ചയിച്ചിട്ടില്ല. ഓരോ സാമ്പത്തിക വർഷത്തിലും വാർഷിക പദ്ധതിക്ക് വേണ്ടിയുള്ള അടങ്കൽ തുക ചിലപ്പോൾ നിശ്ചലമായിട്ട് നിൽക്കുന്നു, ചിലപ്പം കുറഞ്ഞു വരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന അവസരത്തിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇതിനെ നമ്മൾ 2-3 കാര്യങ്ങളിലാണ് ഇവിടെ പ്രധാനമായിട്ടും കണ്ടത്. വിഭവ സമാഹരണം എത്രമാത്രം വിജയിപ്പിക്കാൻ കഴിയും, ഈ വിഭവ സമാഹരണം നടത്തിക്കിട്ടുന്ന ധനം വ്യക്തമായൊരു ധന മാനേജ്മെൻറ്റിലൂടെ എങ്ങനെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത 5 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഈ ധനവിനിയോഗവും എന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വികസന സ്തംഭനാവസ്ഥ ക്രിയേറ്റ് ചെയ്ത സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും അതേപോലെ സാമ്പത്തിക സ്തംഭനാവസ്ഥയുമാണ്. അത് വിഭവ സമാഹരണത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, 1 തനത് വരുമാനമുണ്ട്, 2 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും കിട്ടുന്ന വരുമാനമുണ്ട്.
തനത് വരുമാനത്തിൻ്റെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ 2026-27 നമ്മളുടെ തനത് വരുമാനം 101.14 ലക്ഷം കോടി രൂപയാണ്. ആ 1.14 ലക്ഷം രൂപ തനത് വരുമാനം ഉള്ളിടത്ത് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, നമ്മുടെ പലിശ, പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ, പെൻഷൻ. ശ്രീ നീതി, അതിലേക്കാണ് വരുന്നത്. കാരണം ഈ ബജറ്റ് എന്ന് പറയുന്നത് എന്തായാലും ബജറ്റിലൊരു വിസ്മയം ഉണ്ടാകുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. കാരണം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ആ വിസ്മയം കാണിച്ചേ മതിയാവൂ. കാരണം സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 5 ലക്ഷം കോടിയിലധികം ബാധ്യത സംസ്ഥാനത്തിന് നിലവിൽ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിൽ ഈ വരുമാനത്തിൻ്റെ 75% ഈ പെൻഷൻ, അതുപോലെ തന്നെ ശമ്പളം, പലിശ വിഭാഗത്തിൽ പോകുന്നു. അപ്പോൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ പിന്നെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ പണമില്ല. സാമ്പത്തിക അച്ചടക്കം പറയുകയാണെങ്കിൽ എല്ലാ സർക്കാരും അധികാരമേൽക്കുമ്പോൾ ആദ്യം പറയുന്നതാണ് ചെലവ് ചുരുക്കൽ, ഒപ്പം അധിക വരുമാനം കണ്ടെത്തണം. ഈ ഖജനാവിൽ പണമില്ലെങ്കിൽ പിന്നെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കില്ലല്ലോ. ഒപ്പം ജനക്ഷേമ പദ്ധതികളിൽ ഒരിക്കലും ഒരു സർക്കാരിനും കൈവയ്ക്കാനുമാകില്ല. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? പക്ഷെ അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ തനത് വരുമാനം 1.14 ലക്ഷം രൂപയാണ് 26-27 പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, അവരുടെ പെൻഷൻ, അതേപോലെ തന്നെ പലിശ അടയ്ക്കൽ, ഇതിന് മൂന്നിനും വേണ്ടി ഏകദേശം 1.40 ലക്ഷം രൂപ ചെലവഴിക്കേണ്ടതായിട്ട് വരും. അല്ല, 1.30 ലക്ഷം 1.3 ലക്ഷം രൂപ ചെലവഴിക്കേണ്ടത്. അതായത് നമ്മളുടെ തനത് വരുമാനത്തേക്കാൾ 16,000 കോടി രൂപ അധികം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ 3 അനിവാര്യ ചെലവുകൾ പണം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഈ ഒരു സാമ്പത്തിക സ്ഥിതിയിലാണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ 77% പിന്നെ 3 കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന കേന്ദ്ര നികുതി വിഹിതം കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 26-27 ഈ 3 അനിവാര്യ ചെലവുകൾക്ക് 16,000 കോടി രൂപയുടെ കമ്മി അനുഭവപ്പെടുന്ന ഒരു സംസ്ഥാനം പിന്നെ ആശ്രയിക്കേണ്ടത് 2 കാര്യങ്ങളെയാണ്. ഒന്ന്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നികുതി വിഹിതം. 2, വായ്പയെടുപ്പ്. ഇപ്പോൾ 2026-27 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര വിഹിതത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് 68,000 കോടി രൂപയാണ് ഗവൺമെൻറ് ഓഫ് കേരള. പക്ഷേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് കേരളത്തിന് എത്ര കിട്ടും എന്ന് വ്യക്തമായ രൂപമില്ലാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര വിഹിതം പെരുപ്പിച്ച് കാണിച്ച് 68,000 കോടി രൂപയിലേക്ക് വന്നത്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞ അവസരത്തിൽ കേരളത്തിന് അത്രയും കിട്ടുകയില്ല. ഏകദേശം 20,000 മുതൽ 25,000 കോടി രൂപയുടെ കുറവ് വരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കമ്മി വർദ്ധിക്കും. തീർച്ചയായിട്ടും ഡെഫിസിറ്റ് വർദ്ധിക്കും, റവന്യൂ ഡെഫിസിറ്റ് വർദ്ധിക്കും. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്താൻ കഴിയാതെ വരും. ഈ സാഹചര്യത്തിലാണ് ധവളപത്രം പറയുന്നത് നമ്മുടെ പെൻഷൻ പ്രായം ഉയർത്തണം, അതേപോലെ തന്നെ പേ കമ്മീഷൻ്റെ പ്രവർത്തനം 10 വർഷത്തിലൊരിക്കലാക്കണം. പക്ഷേ പെൻഷൻ പ്രായം 2 വർഷം ഉയർത്തിയത് കൊണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ഏകദേശം 6,000 കോടി രൂപ മിച്ചം പിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 3 അനിവാര്യ ചെലവുകൾക്ക് സർക്കാരിന് അധികം കണ്ടെത്തേണ്ടത് 14,000 കോടി രൂപയാണ്. പക്ഷേ ഈ പെൻഷൻ പ്രായം ഉയർത്തിക്കഴിഞ്ഞാൽ അധികം കിട്ടുന്നത് കേവലം 6,000 കോടി രൂപയാണ്. അതേപോലെ തന്നെ പേ റിവിഷൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാമ്പത്തിക അനിശ്ചിതത്വത്തിൽ UDF ഗവൺമെൻറ്റിന് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ ഏത് തരത്തിൽ നടപ്പിലാക്കാൻ കഴിയും? ഇപ്പം ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 4-5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രയാണ്. KSRTC ആണ് നടപ്പിലാക്കേണ്ടത്. KSRTC ഇപ്പോൾ തന്നെ ഗവൺമെൻറ് ഓഫ് കേരള 90 ലക്ഷം കോടി രൂപയാണ് ഓരോ വർഷം കൊടുക്കുന്നത്. ഇതോടെ നടപ്പിലാക്കുന്ന അവസരത്തിൽ ഒരു വർഷം ഏകദേശം 200 കോടിയിലധികം രൂപ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനെങ്ങനെ പണം കണ്ടെത്തും? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പരിഹാരം ഇതിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.